ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് രാജ്യം. വ്യവസായ സൌഹൃദാന്തരീക്ഷത്തിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5ാം ലോക കേരള സഭയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സംസ്ഥാനത്ത് SIR-ന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയിലുള്ള അനർഹരുടെ പേര് നീക്കം ചെയ്യുന്നതിന് 19,521 അപേക്ഷകൾ നേരിട്ട് ലഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൊച്ചി ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം അടുത്ത മാസം 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാനത്ത് പ്രതിമാസ ബില്ലിംഗ് ഉപഭോക്താക്കൾക്ക് ഫെബ്രുവരിയിൽ ഇന്ധന സർചാർജ് ഉണ്ടാകില്ലെന്ന് KSEB. ഇന്ത്യ ന്യൂസിലാൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 5ാം മത്സരം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലോക്സഭയിൽ അവതരിപ്പിച്ചതിനു ശേഷം ബജറ്റിന്റെ പകർപ്പ് രാജ്യസഭയിൽ മേശപ്പുറത്ത് വയ്ക്കും. കേന്ദ്ര ധനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ശ്രീമതി സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണ് ഇത്. കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 30ഓളം കോളേജ് വിദ്യാർത്ഥികളുമായി ധനമന്ത്രി സംവദിക്കും. രാജ്യത്ത് IG ആയി നിയമിക്കപ്പെടുന്നതിന് SP, DIG റാങ്കിലുള്ള IPS ഉദ്യോഗസ്ഥർക്ക് 2 വർഷത്തെ സേവന പരിചയം നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. 2011 ബാച്ച് മുതലുള്ള IPS ഉദ്യോഗസ്ഥർക്ക് ഈ ഉത്തരവ് ബാധകമായിരിക്കും. വ്യവസായ സൌഹൃദാന്തരീക്ഷത്തിന്റെ കാര്യത്തിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5ാമത് ലോക കേരള സഭയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാതലായ മാറ്റങ്ങളോടെയാണ് 2025-ൽ ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ വെൽഫെയർ ബില്ല് പ്രസിദ്ധീകരിച്ചതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ മാസം 29-ന് ആരംഭിച്ച ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിൽ 500-ലധികം പ്രവാസി പ്രതിനിധികൾ പങ്കെടുത്തു. കൊച്ചി ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം അടുത്ത മാസം 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് മന്ത്രി P. രാജീവ്. 4 ബ്ലോക്കുകളിലായി നിർമ്മിച്ചിരിക്കുന്ന ക്യാൻസർ സെന്റർ കേരളത്തിൽ ഹരിതചട്ടം പാലിച്ചുള്ള ആദ്യ ആശുപത്രിയാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ ഒരു ഗ്രീൻ ബിൽഡിംഗ് ആണ് ആശുപത്രികളുടെ കാര്യത്തിൽ ഈ കെട്ടിടം വരുന്നത്. പൂർണ്ണമായും സോളാറാണ്. ഇപ്പോൾ 2050-ൽ കേരളം പൂർണ്ണമായിട്ടും കാർബൺ ന്യൂട്രൽ ആവുക എന്നതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ അതിനുകൂടി സഹായകരമാകുന്ന ഒരു നിർമ്മിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇൻഗലാണ് ഇതിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയിലുള്ള അനർഹരുടെ പേര് നീക്കം ചെയ്യുന്നതിന് 19,521 അപേക്ഷകൾ നേരിട്ട് ലഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പേരുൾപ്പെടുത്തുന്നതിന് പ്രവാസികളിൽ നിന്നടക്കം 11,66,456 അപേക്ഷകളും ലഭിച്ചു. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 21-ന് പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ അറിയിച്ചു. സംസ്ഥാനത്ത് പ്രതിമാസ ബില്ലിംഗ് ഉപഭോക്താക്കൾക്ക് ഫെബ്രുവരിയിൽ ഇന്ധന സർചാർജ് ഉണ്ടാകില്ലെന്ന് KSEB. ദ്വൈമാസ ബില്ലിംഗ് ഉപഭോക്താക്കളിൽ നിന്നും യൂണിറ്റിന് 4 പൈസ മാത്രമായിരിക്കും ഇന്ധന സർചാർജ് ഈടാക്കുക. സർചാർജ് കുറഞ്ഞതിനാൽ ഫെബ്രുവരി മാസത്തെ വൈദ്യുതി ബില്ലിൽ കുറവുണ്ടാകുമെന്നും KSEB അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 700 കാട്ടുപന്നികളെ കൊന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് 2025 മെയ് 31 മുതൽ ഇന്ന് വരെയുള്ള കണക്കാണ് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 134 കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റതോടെ ജനജാഗ്രതാ സമിതികൾ കൂടുതൽ പ്രവർത്തന സജ്ജമാക്കാനും പാമ്പ് കടിയേറ്റുള്ള മരണം കുറയ്ക്കുന്നതിനായി കൂടുതൽ വോളണ്ടിയേഴ്സിന് ട്രെയിനിംഗ് നൽകാനും യോഗത്തിൽ നിർദ്ദേശിച്ചു. മലയോര മേഖലകളിൽ മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാനും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് സർക്കാർ അനുവദിച്ച തുക ഉപയോഗപ്പെടുത്തുന്നതിന് പഞ്ചായത്തുകൾക്കും കൃഷിവകുപ്പിനും നിർദ്ദേശവും നൽകി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ടൌൺഷിപ്പിലെ വീടുകളുടെ ആദ്യഘട്ട താക്കോൽ കൈമാറ്റം അടുത്ത മാസം 15-ന് ശേഷം നടക്കുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ. കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ടൌൺഷിപ്പിൽ നിർമ്മാണം പൂർത്തിയാകുന്ന 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു.
സംസ്ഥാനത്തിന്റെ ദുർബലമായ സാമ്പത്തിക സ്ഥിതിയിൽ വെറും വാഗ്ദാനങ്ങൾ നിറഞ്ഞതായിരുന്നു ഇത്തവണത്തെ സംസ്ഥാന ബജറ്റെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. സ്വച്ഛതാ പക്വാഡയുടെ ഭാഗമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള CBC പാലക്കാടിന്റെ നേതൃത്വത്തിൽ കോട്ടയ്ക്കാട് സ്നേഹജ്വാല വൃദ്ധസദനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ദർശന സ്കൂൾ ഓഫ് മ്യൂസിക്കും SN മ്യൂസിക്കും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള ധനസഹായത്തെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം നിലയിലും വരുമാനം കണ്ടെത്തണമെന്ന് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KN ഹരിലാൽ. തദ്ദേശ ഭരണത്തിന്റെ ഭാവി സാധ്യതകൾ എന്ന വിഷയത്തിൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സംഘടിപ്പിച്ച പാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം നിലയിൽ ഫണ്ട് കണ്ടെത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പിന്തുണ ലഭ്യമാക്കണമെന്നും ശ്രീ KN ഹരിലാൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയിലെ 5ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇതിനോടകം 3 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പാഠ്യപദ്ധതി പരിഷ്കരണത്തെ തുടർന്ന് പുതിയ പരീക്ഷാരീതികളും മാതൃകാ ചോദ്യങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്തുന്ന മുന്നൊരുക്കം പരീക്ഷാ സഹായി പരിപാടി കൈറ്റ് വിക്ടേഴ്സിൽ നാളെ മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്താദ്യമായി ഈ വർഷം റോബോട്ടിക്സ് പ്രായോഗിക പരീക്ഷ വരെ ഉൾപ്പെടുത്തി നടത്തുന്ന 10ാം ക്ലാസ്സിലെ ICT പരീക്ഷ അടുത്ത മാസം 2 മുതൽ തുടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ഇതിനു പുറമെ ഗണിതം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദി, ഇംഗ്ലീഷ്, സാമൂഹിക ശാസ്ത്രം, മലയാളം, ഭാഷാ വിഷയങ്ങൾ എന്നിങ്ങനെ ക്ലാസുകൾ മറ്റന്നാൾ മുതൽ ഫെബ്രുവരി 10 വരെ വൈകുന്നേരം 5:30 കൈറ്റ് വിക്ടേഴ്സിൽ സംപ്രേക്ഷണം ചെയ്യും. പുനഃസംപ്രേക്ഷണം അടുത്ത ദിവസം രാവിലെ 8-നും ഉച്ചയ്ക്ക് 2-നും ഉണ്ടാകും. കൈറ്റ് വിക്ടേഴ്സിന്റെ വെബ് പോർട്ടലിലും മൊബൈൽ ആപ്പിലും മുന്നൊരുക്കം പരിപാടി തത്സമയം കാണാം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കേരള പോലീസും ട്രാഫിക് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് തിരുവനന്തപുരം ഈസ്റ്റ് റോട്ടറി ക്ലബ്ബും സംയുക്തമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം കവടിയാർ മുതൽ മാനവീയ വീഥി വരെ നടന്ന പരിപാടി DGP റവാഡ ചന്ദ്രശേഖർ ഫ്ളാഗ് ഓഫ് ചെയ്തു. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വിമാനത്താവളത്തിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖം വരെ നടത്തിയ റാലിയിൽ 100ഓളം ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. പത്തനംതിട്ട കോട്ടാങ്ങലിൽ യുവതിയെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നസീറിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി. ബലാത്സംഗത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 7 വർഷവുമാണ് ശിക്ഷ. 2019 ഡിസംബർ 15-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് രാജ്യം. വ്യവസായ സൗഹൃദാന്തരീക്ഷത്തിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5ാം ലോക കേരള സഭയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സംസ്ഥാനത്ത് SIR-ന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയിലുള്ള അനർഹരുടെ പേര് നീക്കം ചെയ്യുന്നതിന് 19,521 അപേക്ഷകൾ നേരിട്ട് ലഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൊച്ചി ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം അടുത്ത മാസം 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാനത്ത് പ്രതിമാസ ബില്ലിംഗ് ഉപഭോക്താക്കൾക്ക് ഫെബ്രുവരിയിൽ ഇന്ധന സർചാർജ് ഉണ്ടാകില്ലെന്ന് KSEB. ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയിലെ 5ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.